നമസ്കാരം. റഷ്യ ഉക്രൈൻ സമാധാന കരാറിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും UK ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളോടും അകലാൻ ട്രംപ് ഒരുങ്ങുകയാണ്. ലോകത്തിലെ ശക്തമായ രാജ്യങ്ങളുടെ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK, EU, ജപ്പാൻ, US എന്നിവ ഉൾപ്പെടെ G7 ഗ്രൂപ്പ് ഇനി വേണ്ട എന്നതാണ് അമേരിക്കയുടെ പക്ഷം. ഇതിന് ബദലായി ഇന്ത്യ, റഷ്യ, ചൈന, ജപ്പാൻ എന്നിവരെ ഉൾപ്പെടുത്തി ട്രംപ് C5 എന്ന ഗ്രൂപ്പ് രൂപീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. G7 ചട്ടക്കൂടിന് അപ്പുറം പ്രധാന ശക്തികളുമായുള്ള US ഇടപെടലിന്റെ ഒരു ദർശനം വ്യക്തമാക്കുന്ന ദേശീയ സുരക്ഷാ തന്ത്രത്തിന്റെ പ്രസിദ്ധീകരിക്കാത്ത പതിപ്പിലാണ് ഈ ആശയം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വിദൂരമാണെങ്കിലും ഞെട്ടിക്കുന്നതല്ല എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കോ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കഴിഞ്ഞ ജൂണിൽ റഷ്യയും ചൈനയും G7 ഉൾപ്പെടുത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു എങ്കിലും യൂറോപ്യൻ യൂണിയൻ അത് അംഗീകരിച്ചിരുന്നില്ല. ക്രിമിയെ വെട്ടിപ്പിടിച്ചു എന്ന ന്യായം ഉയർത്തിയാണ് റഷ്യ യൂറോപ്യൻ യൂണിയനെ എതിർത്തത്. വാസ്തവത്തിൽ നിരന്തരം പുതിയ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി നാറ്റോ വിപുലീകരിക്കുന്നതാണ് റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമെന്ന അഭിപ്രായം ട്രംപിനുണ്ട്. മാത്രമല്ല, ഈ അടുത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാക്കിയ സമാധാന കരാർ യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. ഡോൺബാസും ക്രിമിയയും ഉക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചെടുത്ത മറ്റു സ്ഥലങ്ങളും റഷ്യക്ക് വിട്ടുകൊടുക്കാനാണ് ട്രംപ് വാദിക്കുന്നത്. എന്നാൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് ഇത് സ്വീകാര്യമല്ല. അതോടെ സമാധാന സാധ്യതകൾ അടയുകയാണ്. ഇനിയും റഷ്യയെ ഉൾപ്പെടുത്താതെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാക്കുക അസാധ്യമാണ് എന്നായിരുന്നു ട്രംപിന്റെ അഭിപ്രായം. ഉദിച്ചേരുന്ന പുതിയ ശക്തികളായ ഇന്ത്യ, ചൈന എന്നിവയെ ഉൾപ്പെടുത്താതെ വയ്യ. അതിനാലാണ് ഇന്ത്യ, ചൈന, റഷ്യ, ജപ്പാൻ എന്നിവയെ ഉൾപ്പെടുത്തി C5 എന്ന ഗ്രൂപ്പ് രൂപീകരിക്കാൻ അമേരിക്ക ആലോചിക്കുന്നത്. 100 ദശലക്ഷത്തിലധികം ജനസംഖ്യയുടെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ളതും തന്ത്രപരവുമായ പ്രാധാന്യമുള്ള നിരവധി രാജ്യങ്ങളെ നിർദ്ദിഷ്ട C5 ഒരുമിച്ച് കൊണ്ടുവരുമെന്നും റിപ്പോർട്ട് അവകാശപ്പെടുന്നു. ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റ് സുരക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തീമാറ്റിക് അജണ്ടകളുള്ള പതിവ് ഉച്ചകോടികൾ കരട് തന്ത്രം വിഭാവനം ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ സഖ്യങ്ങളെ ദീർഘകാലമായി ആശ്രയിക്കുന്നതിൽ നിന്നും മാറി ഉയർന്നു വരുന്ന ശക്തികളുമായി കൂടുതൽ ഇടപെടലിലേക്ക് നീങ്ങുന്ന US മുൻഗണനകളിലെ മാറ്റത്തെയാണ് ഈ നിർദ്ദേശം പ്രതിനിധീകരിക്കുന്നത് എന്നും വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യൂറോപ്പിലെ US സ്വാധീനത്തിന്റെ വിശാലമായ പുനഃക്രമീകരണത്തെയും ഈ തന്ത്രം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് പ്രാദേശികവും ആഗോളവുമായ ഫലങ്ങൾ സ്വതന്ത്രമായി രൂപപ്പെടുത്താൻ കഴിവുള്ള വൻ ശക്തികളുടെ പങ്കാളിത്തത്തെയാണ് അമേരിക്ക കൂടുതലായി ആശ്രയിച്ചേക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്. കർശനമായി പ്രത്യയശാസ്ത്രപരമായും നയിക്കപ്പെടുന്ന സഖ്യങ്ങളെക്കാൾ മറ്റ് ആഗോള ശക്തികളുമായുള്ള പ്രാദേശിക ഇടപെടലിന് ഊന്നൽ നൽകിക്കൊണ്ട് നയതന്ത്രത്തിനായുള്ള കൂടുതൽ ഇടപാടും സമീപനവും ഒരു C5 ഫോറം എന്ന ആശയം സംയോജിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ യോജിപ്പിക്കുന്നുണ്ട്. ആഗോള കാര്യങ്ങളിൽ പ്രധാന പങ്കാളികളുമായി നേരിട്ട് ചർച്ച നടത്തുന്നതിനുള്ള ഊന്നലിനെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ C5നെ US തന്ത്രപരമായി ചിന്തയുമായി പൊരുത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ സുരക്ഷ, സാങ്കേതിക മത്സരം, ഭരണത്തിന്റെയും സ്വാധീനത്തിന്റെയും വിശാലമായ ചോദ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ നിർണായകമായ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സംഭാഷണം വളർത്തിയെടുക്കുക എന്നതാണ് C5 ചട്ടക്കൂടിന്റെ ഉദ്ദേശമെന്നും ഡിഫൻസ് വൺസ് വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച